എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അമൃതേ ശരണയും കൂടെ കൂടിയിട്ട് അപർണ ഉണ്ടാക്കിയ പായസം എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സമയം പൊന്നൂനും കൊടുത്തു. പൊന്നു അത് കുടിച്ചു. പിന്നീട് അബിക്ക് കൊടുത്തു. അബി കുടിച്ചിട്ട് പറഞ്ഞു, ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. അതെ, അപർണേച്ചി ഉണ്ടാക്കിയതെന്ന് ശരണ്യ പറയാം. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇപ്പൊ ചിലപ്പോ തമ്പിസാർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ചിലപ്പോൾ അവർ വന്നിപ്പോൾ അവരെ സ്വീകരിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് അബി അങ്ങോട്ട് അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ്. പിന്നീട് അമലം കൂടെ വന്നു കഴിയുമ്പം അമലിന്റെ കയ്യിലേക്ക് പായസം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ അമലേട്ട പായസം കുടിക്കാൻ ശരണി പറയാണ്. അങ്ങനെ അമൽ ഇച്ചിരി പായസം കുടിച്ചു നോക്കി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അല്ല, ഇത് എവിടെ സമയം എടുത്തേക്ക് ഇട്ടിരിക്കുന്നു, എടുത്ത് ഇത്ര പെട്ടെന്ന് അടുക്കള കയറി പായസം ഉണ്ടാക്കിയെന്ന് ചോദിക്കാം. ഇത് കേട്ടത് അമൃത ചോദിച്ചു, എങ്ങനെയുണ്ട് പായസം? പായസം നല്ല സൂപ്പർ അല്ലേന്ന് ചോദിക്കും. എന്നാലേ ഇത് നിന്റെ ഭാര്യ അപർണ ഉണ്ടാക്കിയതാന്ന് പറയാം. അപർണയാ? ഓഹ്, എന്റെ ദൈവമേ, പായസം തുപ്പാനും മേല ഇറക്കാനും മേലാത്ത അവസ്ഥയില് ഇങ്ങനെ ഓടിപ്പോവാണ്. മനസ്സിലായി. അവൻ കണ്ടോ ഭാര്യ ഉണ്ടാക്കിയ പായസമാന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു വെപ്രാളം കണ്ടോന്ന് ചോദിച്ചിട്ട് ശരണ്യ അമൃതയും കൂടെ ചിരിക്കുവാണ്. ഈ സമയം ജാനകി അങ്ങോട്ട് ഇറങ്ങി വന്നു. ജാനകിയോട് പ്രഭാവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അജയ് എവിടെ ഉള്ളെങ്കിൽ അജയ് പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അങ്ങനെ അജയ് കാണാനായിട്ടാണ് ജാനകി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് അമൃത എന്തേ ജാനടുത്തി പായസം കുടിച്ചിട്ട് പോകാൻ പറയണം. സമയമില്ല, അത് പറഞ്ഞിട്ടല്ല, കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. ഇത് മോളിൽ നിന്ന് അപർണ കണ്ടു. പായസം കുടിച്ചിട്ട് പോട്ടെ, പിന്നെയുള്ള കാര്യം എങ്ങനെയാച്ചാ ഞാൻ തീരുമാനിക്കുന്ന അപർണ മനസ്സിൽ പറയാം. അങ്ങനെ പായസം കുടിച്ചു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ജാനകി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പായസം നല്ല സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും അമൃത പറഞ്ഞു, ഇത് അപർണ ഉണ്ടാക്കിയതാന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ടാണ് ജാനകി അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ജാനകി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നല്ലിക്ക് വല്ലാത്ത ടെൻഷനാണ്. കാരണം നല്ലിക്ക് മനസ്സിലായി ഗ്ലാസ്സുകൾ നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് ആരാ കുടിച്ചാന്നുള്ള കാര്യമൊന്നും അറിയില്ല. പിന്നീട് അപർണ മുറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നളിനി ഓടി മുറിയിലേക്ക് വന്നു. അതെ മോളെ, ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. എന്താ നല്ലേച്ച് കാര്യം ചോദിക്കുക. അതെ, ആ പായസം വെച്ച് ഗ്ലാസ് മാറിപ്പോയായിരുന്നു പറയാ. മാറിപ്പോയായിരുന്നോ? അത് ഞാനല്ല, മുത്തശ്ശി എടുത്ത് മാറ്റി വെച്ചത്. അതിപ്പോ ആരാ കുടിച്ചതെന്ന് അറിയത്തില്ല. ദൈവമേ, എന്ത് പരിപാടി നല്ലേച്ചി കാണിച്ചേ. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുക. എന്ത് ചെയ്യുന്ന അറിയത്തില്ല, ആകെപ്പാടെ പ്രശ്നമായി. മിക്കവാറും ജാനകി ആയിരിക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുക. അതെന്താന്ന് അറിയില്ല എന്ന് പറയാം. അപർണയ്ക്ക് ടെൻഷൻ. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. തന്റെ കള്ളത്തരം പൊളിയുമോന്നൊന്നും അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയം അഭിയെന്ന് സ്വീകരിക്കുകയാണ്. വരണ സാറെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ബാക്കി എല്ലാവരും വന്നില്ലേ? അവരൊക്കെ എത്തുന്നുള്ളെന്ന് പറയണം. അല്ല, അതെന്താ അവരിത്ര ലേറ്റ് ആയിട്ട്? അത് സാറിന്റെ മോള് തന്നെയാ കാരണം. അപർണയോ? അതെ, അപർണ ഇന്ന് രാവിലെ ഒരു പായസം ഉണ്ടാക്കാൻ കയറി. ഇത് കേട്ടതും അപർണയുടെ അമ്മ പറഞ്ഞു, അവള് പായസം ഉണ്ടാക്കാൻ കയറുന്ന? അതെ, പായസമൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചുപോയി. അപ്പൊ അവർ റെഡിയാവുന്നുള്ളെന്ന് പറയണം. അതെ, ഞാൻ സൂര്യനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തമ്പി സൂര്യനാരായണനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ദേ ഇറങ്ങാറായെന്നൊക്കെ ചോദിക്കുക. അപ്പൊ സൂര്യനാരായണൻ പറഞ്ഞു, ഇപ്പൊ തന്നെ ഇറങ്ങൂന്ന് പറയാണ്. ഈ സമയം അമൽ അങ്ങോട്ട് വന്നു. അമലിനോട് ചോദിച്ചു, ഇവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യുന്ന ചോദിക്കണം. എന്റെ അച്ഛാ, ഇവിടെ എല്ലാവരും ഒരുങ്ങാൻ കയറിയിട്ട് ഒരു സമയമായി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അപർണ കയറിയിട്ട് 1 മണിക്കൂർ മിച്ചമായി. ഇതൊരായിട്ടും പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഞാൻ കൊണ്ടേ വിടാന്ന് പറയാം. പെട്ടെന്ന് പ്രഭാവം തുടങ്ങി, അത് വേണ്ട, അത് ശരിയാകത്തില്ല, നീയും കൂടെ വരണമെന്ന് പറയാം. നിന്റെ കൂടെ അപർണമോളും ഉണ്ടാവണമെന്ന് പറയാം. അതുകൊണ്ട് ഒരുമിച്ച് പോയാൽ മതി എന്ന് പറയാം. അങ്ങനെ അപർണ ഒരുങ്ങി ഇറങ്ങി വന്നു. അങ്ങനെ എല്ലാവരും കൂടെ പോവാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം എന്താ, ജാനകി പോയല്ലോ. അപ്പൊ ജാനകി പോയപ്പോ ആ കൂടെ പൊന്നും പോയി കാണും. പിന്നെ അഭി മുമ്പേ പോവുകയും ചെയ്തല്ലോ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അജയനെ കാണാനായിട്ട് ജാനകി ഇങ്ങോട്ട് വരുവാണ്. അജയ് ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുള്ള കാര്യം ജാനകിക്ക് അറിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അജയനെ കണ്ടു. അജയനെ കണ്ടതും ജാനകി ചോദിച്ചു, എനിക്കറിയായിരുന്നു നീ ഇവിടെ കാണുമെന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നേന്ന് പറയാം. അല്ല ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടാ, നിനക്കറിയാലോ അവിടെ പൂജ നടക്കുന്ന കാര്യം. ആ പൂജയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. നിന്നെ മാത്രമല്ല, എന്നെ അച്ഛനിപ്പോൾ ഇഷ്ടമില്ലാതിരിക്കുന്ന സമയം. ഈ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അല്ല, അതിന് അവള് ഡിസ്ചാർജ് ആയി പോവല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ഈ പൂജയാണോ വലുത്, അതോ ഇനി അവള് ഡിസ്ചാർജ് ആയി പോകുന്ന കാണാൻ നിൽക്കുന്നതാണോ വലുത്? എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നീ തീരുമാനിച്ചോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞ് ജാനകി തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അജയ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാനും ഏട്ടത്തിയോടൊപ്പം വരാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരുവാണ്. ഈ സമയം അകത്ത് നിരഞ്ജനയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ നിരഞ്ജനയുടെ അമ്മ പറഞ്ഞു, എന്താണെങ്കിലും
അജയ് കൃത്യസമയത്ത് വന്നു. പക്ഷെ അവൻ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയണം. നിരഞ്ജന പറഞ്ഞു ചിലപ്പം അജയ്ക്ക് എന്തേലും ഒരു റീസൺ കാണുമായിരിക്കും, എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നുകൊണ്ടായിരിക്കും പോയെന്ന് പറയാം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ നിന്റെ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലോ നിരഞ്ജന എന്ന് പറയണം. അമ്മ എന്താ പറയണേ, ഞാൻ ആരെ ബുദ്ധിമുട്ടിപ്പിച്ചെന്നാ പറഞ്ഞേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനല്ല എല്ലാത്തിനും കാരണക്കാരെന്ന് ചോദിക്കാം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടുന്ന് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ നിന്റെ അച്ഛന്റെ സ്വഭാവം, അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നീ അന്ന് മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന് പറയാം. അല്ലെങ്കിലും എന്റെ വാക്കിന് അച്ഛൻ എന്തെങ്കിലും ഒരു വില തന്നിട്ടുണ്ടോ? അങ്ങനെ തരുമായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയാം. ഈ സമയം ക്ഷേത്രത്തിൽ പൂജകളൊക്കെ തുടങ്ങി. ആ സമയമായിട്ട് ജാനകിനെ കണ്ടില്ല. അപ്പൊ അബിയുടെ വിചാരം എന്താ, ജാനകിയുടെ ഒപ്പം പൊന്നു കാണുന്ന. അങ്ങനെ ബാക്കിയുള്ളവരും ചിന്തിച്ചു. പിന്നീട് പൂജാരി പറഞ്ഞു അതെ വിളക്കെടുക്കാനുള്ള സമയമായെന്ന് പറയാം. പെട്ടെന്ന് പ്രഭാവതി പറഞ്ഞു വിളക്കെടുക്കേണ്ട ജാനകി അബിയാന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു അല്ല ജാനകി അബി അല്ല വിളക്കെടുക്കണ്ടേ, ഇത്ര സമയം ജാനകി വന്നിട്ടില്ല, പകരം അപർണ അമലും എടുക്കട്ടെ, അവർക്ക് വേണ്ടിയല്ലേ പൂജ നടക്കണേന്ന് ചോദിക്കുക. ശരിയല്ല സൂര്യ, ഞാൻ പറഞ്ഞേ അവരിവിടെ ഇല്ലല്ലോ, ജാനകി ഇവിടെ ഇല്ലാത്തോണ്ട് ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു അമ്മ പറഞ്ഞു ശരിയാ, ജാനകി ഇവിടെ ഇല്ല, ജാനകിയോട് വരാൻ പറഞ്ഞ എല്ലാവരും ഞാൻ വരാൻ പറഞ്ഞ, അപ്പൊ ജാനകി വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ, ജാനകി ഇതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അപർണ അമലും കൂടെ തന്നെ വിളക്കെടുക്കട്ടെ. ഇങ്ങനെ ഈ തവണ വിളക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ തവണയും പൂജയ്ക്ക് വിളക്കെടുക്കേണ്ടത് അവരായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടത് ഭയങ്കര സന്തോഷമായി അപർണയ്ക്ക്. പെട്ടെന്ന് അപർണയുടെ അമ്മ പറഞ്ഞു അല്ല ജാനകി വരത്തില്ലേ, പിന്നെ എന്തിനാ ഇവിടെ ധൃതി കൂട്ടുന്നതെന്ന്. വരത്തൊന്നും ഇല്ലമ്മേ, അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതൊക്കെ എനിക്കറിയാന്ന് പറയണം. അപ്പൊ അവളുടെ മനസ്സിലെ വിചാരം എന്താ, ആ പായസം കുടിച്ച് ജാനകി എവിടെയോ ബോധം കെട്ട് വീടപ്പുണ്ട്, ആ ഒരു ചിന്തയായിരുന്നു അപർണയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അമല് പറഞ്ഞു ഞാൻ എടുക്കണോ വെച്ചാന്ന് ചോദിക്കണം. നീ എടുക്കണോന്ന് പറയാണ്. ഇതിലായിട്ടും വന്നില്ലോ. അബി പറഞ്ഞു ഇനിയിപ്പൊ അവൾക്ക് ഈ പൂജനെ കുറിച്ച് പ്രത്യേകതയെ കുറിച്ചൊക്കെ അറിയാവുന്ന, എന്നിട്ട് അവൾ എവിടെയെങ്കിലും പോയിരിക്കുമെന്ന്, അവൾ എവിടെ പോയിരിക്കുമെന്ന് പോലും അറിയത്തില്ല. അവൾക്ക് ഇനിയിപ്പം ഇതിന് പ്രാധാന്യം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, അമലും അപർണയും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് ചിരിച്ചു തള്ളുവാണ്. ഈ സമയത്ത് ഒരു കാറ് വന്നിരുന്നു. കാറിനകത്തുനിന്ന് അജയും അവള് ജാനകിയും കൊണ്ടും കൂടെ ഇറങ്ങുവാണ്. രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നാണ്ട് അപർണ ഞെട്ടി. അപ്പൊ ഇവളല്ലേ പായസം കുടിച്ചേ, താൻ കണ്ടതാണല്ലോ പായസം കുടിക്കുന്നത്, അപ്പൊ ഇനി എന്താ സംഭവിച്ചേ, പിന്നെ ആരായിരിക്കും പോലും പായസം കുടിച്ചേ, ആ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപർണയുടെ ഉള്ളില്. അങ്ങനെ ജാനകി അങ്ങോട്ട് വന്നു. ജാനകി വന്നതും പെട്ടെന്ന് അബി ചോദിച്ചു നീ ഇത് എവിടെ പോയിക്കുവാൻ ജാനകി, അല്ലാതെ പിന്നെ ഞാൻ അജയനെ വിളിക്കാനായിട്ട്, അജയ് എന്താ കൊച്ചു കുട്ടിയാണ്, അവൻ അറിയാൻ വരായിരുന്നു ഇവിടുത്തെ പൂജയുടെ കാര്യം എന്ന് ചോദിക്കുക. പിന്നീട് ഒന്നും മിണ്ടിയില്ല, വന്ന് നിൽക്കാൻ പറയണ. പൂജകളൊക്കെ നടക്കുവാണ്. ഈ സമയത്ത് നിരഞ്ജനയുടെ മുറിയിലേക്ക് ഉണ്ണിത്താൻ വരുവാണ്. ഈ സമയം ഹേമ ചോദിച്ചു നിങ്ങളിത് എവിടെ പോയി കിടക്കുമായിരുന്നു, ഡിസ്ചാർജ് ബില്ല് എന്നിട്ട് കുറെ സമയമായി, ഇപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ എന്നിട്ട് കുറെ സമയം എന്ന് പറയണം. അതെ എനിക്കിവിടെ എപ്പോഴും ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് എന്റേതായ 100 ജോലികളുണ്ടെന്ന് പറയാം. അതങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ കാര്യത്തെക്കാളും വലുത് വേറെ പല കാര്യങ്ങളും അല്ലേന്ന് ചോദിക്കുക. അവൻ എന്തിയെന്ന് ചോദിക്കുക. അജയ് അവൻ വന്നില്ലേ, അവൻ വരേണ്ടതായിരുന്നല്ലോ എന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു അതെ അജയ് വന്നിട്ട് പോയതാ, അജയേട്ടന് വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പോയതാന്ന് പറയും. ഓ അവന് പിന്നെ നിന്റെ കാര്യത്തിൽ അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ല അല്ലെന്ന് ചോദിക്കുക. അല്ല നീ എങ്ങോട്ടാ? ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു അച്ഛൻ എന്ത് ചോദ്യമായി ചോദിക്കണേ, ഞാൻ എങ്ങോട്ടാ, നമ്മുടെ വീട്ടിലേക്കെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വീട്ടിലേക്ക് ഒന്നും മര്യാദയ്ക്ക് ഇരിക്കുമെങ്കിൽ മാത്രം ഞാൻ വന്നാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും ഹേമ പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ രാജേട്ടാ പറയണേ, അധികം വൈകാതെ തന്നെ ഇനിയിപ്പം അവന്റെ അജയുടെ വീട്ടുകാരും ഒന്ന് കല്യാണം ആലോചിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു അതെ അജയേട്ടൻ എന്തായാലും വീട്ടിൽ പറയും, അല്ലെങ്കിലും അജയന്റെ ഏട്ടനോ ഏട്ടത്തിയമ്മയ്ക്കോ ഒക്കെ അറിയാവുന്ന കാര്യം ഇത്, അതുകൊണ്ട് അവർ വന്ന് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചോളും, കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ട് ഉണ്ണിത്താൻ പെട്ടെന്ന് പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ, ഇത്രയും നാൾ ഞാൻ ടെൻഷൻ അടിച്ചു, ഇനിയിപ്പം അവിടെയുള്ളവരങ്ങ് ടെൻഷൻ അടിക്കട്ടെ, എന്റെ മനസ്സിന്റെ വേദന എന്താന്ന് അവരും കൂടെ ഒന്ന് തിരിച്ചറിയട്ടെ എന്ന് ഉണ്ണിത്താൻ മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തുവാണ്. ഈ സമയം പൂജ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നാണ് ജാനകി ചോദിച്ചു അല്ല പൊന്നു എന്തേന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇങ്ങോട്ട് അഭിയോജിച്ചു നിന്റെ കൂടെ അല്ലായിരുന്നോ പൊന്നു? എന്റെ കൂടെ ഇല്ല, എന്റെ കൂടെ പൊന്നു ഇല്ലായിരുന്നു പറയും. പിന്നെ നീ എങ്ങോട്ട് പോയതായിരുന്നു? ഈ സമയം പ്രഭാവതി പറഞ്ഞു ഞാൻ അവിടെ അജയനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു വിട്ടാന്ന് പറയണം. പെട്ടെന്ന് ജാനകി ചോദിച്ചു അപ്പൊ പൊന്നു എവിടെ? ഇത് കേട്ടത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി, ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. ദൈവമേ അന്ന് എന്റെ കുഞ്ഞ് വീട്ടിൽ കാണുമായിരിക്കും, അവള് കരഞ്ഞ് തളർന്നിട്ടുണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് ജാനകി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകാനോട്ട് ഓടുവാണ്. ഈ സമയം അമലും ആ പുറകെ അങ്ങോട്ട് പോയി. പെട്ടെന്ന് വിശ്വനാഥൻ പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, കുഞ്ഞിന്റെ കാര്യം, കുഞ്ഞുണ്ടോന്നൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം നോക്കണ്ട ആരാ, കുഞ്ഞിന്റെ തള്ളയല്ലേ, അവൾ എവിടെ പോയി കിടക്കുമായിരുന്നു? പ്രഭാവതി ഞാനാ അവളെ പറഞ്ഞു വിട്ടേന്ന് പറയണ. സൂര്യനാരായണൻ പറഞ്ഞു അതെ ഇവിടെ തെറ്റുകാരൻ നീയാണ്, നിന്നോട് ആരാ പറഞ്ഞേ
അവളെ പറഞ്ഞു വിടാനായിട്ട്. അജയ് പോയി കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നോ? അല്ല, അജയ് വേണമെങ്കിൽ വന്നോളൂ വരായിരുന്നോ? പിന്നെ അവളെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് പ്രഭാവം നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.